നമ്മൾ റൈസ് കുക്കർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് റൈസ് കുക്കറിൽ എങ്ങനെയാണ് ഗീ റൈസ് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ടൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് 1 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് നമുക്ക് വെക്കണം. എൻ്റെ റൈസ് കുക്കറിൽ 3 ഗ്ലാസ് ബസുമതി റൈസ് ഉപയോഗിച്ച് ഗീ റൈസ് വരെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കൈമ റൈസ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിച്ചാലും മതി. ഇപ്പം നമ്മൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ചൂടാകാനായിട്ട് വെക്കണം. ഓരോ അരിക്കും നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരും. സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു റൈസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം കറക്റ്റാണ് കേട്ടോ. വെള്ളം ചൂടായി വരുന്ന സമയം കൊണ്ട് മറ്റൊരടുപ്പിലേക്ക് കുക്കറിനുള്ളിലെ കലം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ സ്പൈസസുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും ജാതിപത്രിയും പിന്നെ 2 ബേ ലീഫും കൂടാണ് കേട്ടോ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ചിലരൊക്കെ ഗീ റൈസിലേക്ക് പെരിഞ്ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊതുവെ ഗീ റൈസ് തയ്യാറാക്കുന്നത്. ഏതൊക്കെ സ്പൈസസ് ആണോ നിങ്ങൾ ഗീ റൈസ് തയ്യാറാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് അതെല്ലാം ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട, ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇത്രയായി കഴിയുമ്പം നമുക്ക് കഴുകി വെച്ചിരുന്ന അരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അരിയും സ്പൈസസും സവാളയും ഒക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. സ്റ്റീലിൻ്റെ കലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട്. അരി നല്ലതുപോലെ വറുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുന്നൊരു സമയത്ത് നമുക്ക് ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നുകിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ സോസ് പാനിൽ നിന്ന് കോരിയെടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ സോസ് പാനിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ബാക്കി പുറത്തിരുന്ന് തന്നെ അത് ഫ്രൈ ആയിക്കോളും. ഒരുപാട് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സവാള കരിഞ്ഞു പോകുന്നൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഈ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയം കൊണ്ട് ചോറ് പകുതിയിലേറെ വെന്തിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയതേ ചോറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 30% കൂടെ വെന്താൽ മതി കേട്ടോ. ഇനി ആദ്യമായിട്ട് ഗീ റൈസ് തയ്യാറാക്കുന്നവരാണെങ്കിൽ ചോറ് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുക്കർ അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗീ റൈസ് നല്ലപോലെ റെഡി ആയിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ഗീ റൈസ് തയ്യാറാക്കുന്നതിലും വളരെ എളുപ്പമാണ് കേട്ടോ റൈസ് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട്. പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗാർണിഷ് ചെയ്യുന്ന ഐറ്റംസ് ഇടുന്നതിന് തൊട്ട് മുമ്പ് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഇതേ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ബിരിയാണി നമ്മൾ റൈസ് കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നത്. പഴയ പ്രഷർ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടിപ്പുകളുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.